ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മലയാറ്റൂരുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. ദേ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ സെറ്റപ്പ്. അതായത് വെള്ളത്തിൻ്റെ മേലിൽ വീപ്പ ഇട്ടിട്ട് വീപ്പയിൽ ആംഗിൾ ഇട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. ചിലർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും സംഭവം സേഫാണോ എന്നൊക്കെ. നടക്കുമ്പോൾ ചെറിയൊരു ആട്ടവും സൗണ്ടൊക്കെ ഉണ്ടെങ്കിലും സംഭവം ഒക്കെ സേഫ് ആട്ടോ. അപ്പോൾ ഈ അപ്പുറം കാണുന്നൊരു പോർഷനില്ലേ, അപ്പോൾ അങ്ങോട്ട് പോകാനൊരു പാത്ത് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴത്തേനും അവരങ്ങോട്ട് പോകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരും കേട്ടോ. അതുപോലെ ഇതിൻ്റെ നടുക്കൂടെ ഒരു പാത്ത് വേ ഒക്കെ കണ്ടില്ലേ, ഇതിലൂടെ നമുക്ക് അറ്റം വരെ നടന്നു പോകും. ഈ രണ്ട് സൈഡിലും കാണുന്ന നെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മീനുകളാട്ടോ. അതായത് ചെറിയ മീനുകളെ ഇതിൻ്റെ ഉള്ളിലിട്ടാണ് വളർത്തുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ വലിയ മീനുകളൊക്കെ ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ മുമ്പേ കണ്ട അവിടെ നിന്ന് വലുതായ മീനുകളായി ഇങ്ങോട്ട് അവർ മാറ്റിയിടും. അതായത് പിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. ചേട്ടാ ഇത് നട്ടറല്ലേ? ഈ മീൻ നട്ടറല്ലേ? അപ്പം നമുക്കിവിടുന്ന് ലൈവായിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടുന്ന് ഫ്രഷ് മീൻ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഷോപ്പിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയാണ് ഇവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പം മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലൈൻ ഇട്ട് വെച്ചേക്കുവാണേ. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ മീൻ പൊള്ളിക്കുന്ന സമയത്ത് ലൈനൊന്നും ഇടാറില്ല, ഫുള്ളായിട്ട് തന്നെയാണ് പൊള്ളിക്കണേ. പക്ഷെ ഇവർ മസാലയൊക്കെ ശരിക്കും പിടിക്കാനായിട്ട് ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രഷാക്കിയ മീൻ എണ്ണയിലിട്ടിട്ട് ഇതുപോലെ ചെറുതായിട്ട് വറുത്തെടുക്കുവേ. ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ മസാലയാണ് അത്. ആ സ്പെഷ്യൽ മസാല അവർ ഫുള്ളായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കും ഉള്ളിലൊക്കെ. ഇത് സംഭവം ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ അതെന്താണെന്ന് ചേട്ടൻ പറഞ്ഞു തരൂല. അങ്ങനെ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കൂട്ടത്തിലൊരു സാലഡൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇവർ പൊള്ളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടത്തില്ല, അവരുടെ മസാല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ സാലഡൊക്കെ തന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കട്ടെ.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ സംഭവം അടിപൊളിയൊന്നുമല്ല, എന്നാൽ ഒരു ആവറേജ് അത്രയൊക്കെ ഉള്ളൂ. സംഭവം മസാലയൊക്കെ അടിപൊളിയാണ്, അതായത് ഒരു എന്തോ സ്പെഷ്യൽ മസാലയാണ് ഇവരുടെ, ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ആരൊക്കെ ഇവിടെ വരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫുഡീസിനെ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു സംഭവ സ്ഥലത്തിൻ്റെ ഒക്കെ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ അടിപൊളി സ്ഥലമാണ്, അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്.